Adding a file chooser to a Java application എന്ന ഈ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുക, ആപ്ലിക്കേഷൻ ഫോം സൃഷ്ടിക്കുക, ഫയൽ ചൂസർ ചേർക്കുക, ഫയൽ ചൂസർ കോൺഫിഗർ ചെയ്യുക, ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു പതിപ്പ് 12.04, NetBeans IDE പതിപ്പ് 7.1.1 എന്നിവ ഉപയോഗിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ ഫയൽ ചൂസറിൽ ജാവ ആപ്ലിക്കേഷൻ javax.swing.jFileChooser കമ്പോണന്റ് ഉപയോഗിച്ച് ചേർക്കുവാൻ നമ്മൾ പഠിക്കും. ഈ എക്സർസൈസിന്റെ ഭാഗമായി ടെക്സ്റ്റ് ഏരിയയിൽ ഒരു .txt ഫയൽ ലോഡ് ചെയ്യുന്ന ഒരു ചെറിയ ജാവ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കുവാൻ നമ്മൾ പഠിക്കുന്നു. നമുക്ക് ആദ്യം ജാവ ആപ്ലിക്കേഷൻ സൃഷ്ടിക്കാം. IDE തുടങ്ങുക. മെയിൻ മെനുവിൽ നിന്ന് ഫയലിൽ ന്യൂ പ്രൊജക്ട് എന്നിവ തിരഞ്ഞെടുക്കുക. ഫയലിലെ ജാവ കാറ്റഗറി ജാവ ആപ്ലിക്കേഷൻ പ്രൊജക്ട്സ് ടൈപ്പ് തിരഞ്ഞെടുക്കുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്ട് നെയിം ഫീൽഡിൽ നമുക്ക് jFileChooser ഡെമോ. ക്രിയേറ്റ് മെയിൻ ക്ലാസ് ചെക്ക് ബോക്സ് മായ്ക്കുക. സെറ്റ് ആസ് മെയിൻ പ്രൊജക്ട് ചെക്ക് ബോക്സ് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ JFrame കണ്ടെയ്നർ സൃഷ്ടിക്കുകയും അതിന് കുറച്ച് കമ്പോണന്റുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സോഴ്സ് പാക്കേജസ് നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്നതിലെ അതർ തിരഞ്ഞെടുക്കുക. Swing GUI ഫോംസ് വിഭാഗങ്ങളും JFrame ഫോം ടൈപ്പും തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലാസ് നെയിം എന്നതിൽ ടൈപ്പ് ചെയ്യുക jFileChooser ഡെമോ. പാക്കേജ് ഫീൽഡിൽ ടൈപ്പ് ചെയ്യുക jFileChooser demo.resources. ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ടൈറ്റിൽ പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കുക. ഡെമോ ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. കൺഫർം ചെയ്യുവാൻ എന്റർ അമർത്തുക. പാലറ്റിൽ സ്വിംഗ് മെനുസ് എന്ന വിഭാഗം തുറക്കുക. മെനു ബാർ കമ്പോണന്റ് തിരഞ്ഞെടുത്ത് JFrame മുകളിലെ ഇടതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. മെനു ബാർ കമ്പോണന്റിന്റെ എഡിറ്റ് ഐറ്റത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ ഡിലീറ്റ് തിരഞ്ഞെടുക്കുക. അടുത്തതായി റണ്ണിംഗ് ആപ്ലിക്കേഷനിൽ നിന്ന് ഫയൽ ചൂസർ തുറക്കുവാൻ അനുവദിക്കുന്ന മെനു ഐറ്റങ്ങൾ നമുക്ക് ചേർക്കാം. മെനു ഐറ്റത്തിൽ ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുന്നതിന് മുൻപ് മെനു ബാർ തിരഞ്ഞെടുത്തുവെന്ന് ഉറപ്പുവരുത്തുക. പാലറ്റിലെ സ്വിംഗ് മെനു എന്ന വിഭാഗത്തിൽ ഒരു പുതിയ മെനു ഐറ്റം കൂടി ചേർക്കുക. മെനു ബാർ എന്നതിലേക്ക് ഡ്രാഗ് ചെയ്ത് മെനു ബാറിന്റെ ഫയൽ ഐറ്റങ്ങൾ ഇടുക. ഡിസൈൻ വ്യൂവിൽ JMenuItem1 എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്നും ചേഞ്ച് വേരിയബിൾ നെയിം തിരഞ്ഞെടുക്കുക. ഓപ്പൻ എന്നതിലെ പേര് മാറ്റി ഓകെ ക്ലിക്ക് ചെയ്യുക. ഡിസൈൻ വ്യൂവിൽ JMenuItem1 ഇപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കമ്പോണന്റിന്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുവാൻ സ്പേസ് ബാർ അമർത്തുക. ടെക്സ്റ്റ് ഓപ്പൺ ആക്കുക. കൺഫർം ചെയ്യുവാൻ എന്റർ അമർത്തുക. ഓപ്പൻ മെനു ഐറ്റത്തിൽ ആക്ഷൻ ഹാൻഡ്ലർ വ്യക്തമാക്കുക. ഓപ്പൻ മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്നും ഇവന്റ്സ്, ആക്ഷൻ, ആക്ഷൻ പെർഫോംഡ് എന്നിവ തിരഞ്ഞെടുക്കുക. GUI ബിൽഡർ ഓട്ടോമാറ്റിക് ആയി സോഴ്സ് വ്യൂവിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു പുതിയ ഇവന്റ് ഹാൻഡ്ലർ മെത്തോട് OpenActionPerformed സൃഷ്ടിച്ചു. നമുക്ക് ഡിസൈൻ വ്യൂവിലേക്ക് തിരികെ പോകാം. ഫയൽ ചൂസറിൽ നിന്ന് പുറത്തുകടക്കുവാൻ ഒരു മെനു ഐറ്റം ചേർക്കാം. പാലറ്റിൽ സ്വിംഗ് മെനു എന്ന കാറ്റഗറി തിരഞ്ഞെടുക്കുക. മെനു ഐറ്റം തിരഞ്ഞെടുക്കുക. ഫോമിലെ ഓപ്പൺ മെനു ഐറ്റം താഴെയുള്ള മെനു ബാറിലേക്ക് ഡ്രാഗ് ചെയ്യുക.
jmenuitem1 എന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് ഓറഞ്ച് ഹൈലൈറ്റിംഗ് ചെയ്തിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഡിസൈൻ വ്യൂവിൽ jmenuitem1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ ചേഞ്ച് വേരിയബിൾ നെയിം തിരഞ്ഞെടുക്കുക. എക്സിറ്റ് എന്നതിന് പേര് മാറ്റുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഡിസൈൻ വ്യൂവിൽ jmenuitem1 ഇപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കമ്പോണന്റിന്റെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുവാൻ സ്പേസ് ബാർ അമർത്തുക. പുറത്തെ എക്സിറ്റ് എന്നതിലേക്ക് മാറുകയും കൺഫേം ചെയ്യുവാൻ എന്റർ അമർത്തുകയും ചെയ്യുക. എക്സിറ്റ് എന്ന മെനുവിന് ആക്ഷൻ ഹാൻഡ്ലർ വ്യക്തമാക്കുക. മെനു ഐറ്റം എക്സിറ്റ് എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്ന് ഇവന്റ്സ്, ആക്ഷൻ, ആക്ഷൻ പെർഫോംഡ് എന്നിവ തിരഞ്ഞെടുക്കുക. GUI ബിൽഡർ ഓട്ടോമാറ്റിക് ആയി സോഴ്സ് വ്യൂവിലേക്ക് തിരിച്ചു പോകുന്നു. എക്സിറ്റ് ആക്ഷൻ പെർഫോംഡ് എന്ന പേരിൽ ഒരു പുതിയ ഇവന്റ് ഹാൻഡ്ലർ മെത്തോഡ് സൃഷ്ടിച്ചു. ഓപ്പൺ ആക്ഷൻ പെർഫോംഡ് നോഡിനു മുകളിൽ നാവിഗേറ്റർ വിൻഡോയിൽ എക്സിറ്റ് ആക്ഷൻ പെർഫോംഡ് എന്ന നോഡ് കാണിക്കുന്നു. നിങ്ങളുടെ നാവിഗേറ്റർ കാണാൻ കഴിയില്ല എങ്കിൽ മെനു ബാറിലെ വിൻഡോ മെനുവിലേക്ക് പോകുക. നാവിഗേറ്റിംഗ് തിരഞ്ഞെടുത്ത് നാവിഗേറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സിറ്റ് ആക്ഷൻ പെർഫോംഡ് എന്ന നോഡ് ഓപ്പൺ ആക്ഷൻ പെർഫോംഡ് നോഡിനു മുകളിൽ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. എക്സിറ്റ് മെനു ഐറ്റം സൃഷ്ടിക്കുവാൻ എക്സിറ്റ് ആക്ഷൻ പെർഫോംഡ് മെത്തോഡ് ബോഡിയിൽ system.exit of 0 എന്ന സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്താം. ഡിസൈൻ മോഡിലേക്ക് മാറുക. പാലറ്റിന്റെ സ്വിംഗ് കൺട്രോൾസ് വിഭാഗത്തിൽ നിന്ന് ടെക്സ്റ്റ് ഏരിയയിൽ ഫോം ആക്കി ഡ്രാഗ് ചെയ്യുക. ഫയൽ ചൂസർ പിന്നീട് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റിന് റൂം ഉണ്ടാക്കുവാനായി ചേർത്ത കമ്പോണന്റുകൾ റീസൈസ് ചെയ്യുക. വേരിയബിളിന് ടെക്സ്റ്റ് ഏരിയ എന്ന് റീനെയിം ചെയ്യുക. ഇനി നമുക്ക് ശരിയായ ഫയൽ ചൂസർ ചേർക്കാം. നിങ്ങളുടെ നാവിഗേറ്റർ വിൻഡോ തുറക്കുന്നില്ല എങ്കിൽ വിൻഡോ, നാവിഗേറ്റിംഗ്, എ നാവിഗേറ്റർ എന്നിവ തിരഞ്ഞെടുക്കുക. നാവിഗേറ്ററിൽ JFrame നോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ നിന്ന് ആഡ് ഫോം പാലറ്റ്, സ്വിംഗ് വിൻഡോസ്, ഫയൽ ചൂസർ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. നാവിഗേറ്റർ JFileChooser എന്നത് ചേർത്തിട്ടുണ്ട് എന്നറിയുവാൻ നിങ്ങൾക്ക് കഴിയും. JFileChooser നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വേരിയബിൾ ഫയൽ ചൂസർ ആയി റീനെയിം ചെയ്യുക. ഓകെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ചൂസർ ചേർത്തിരിക്കുന്നു. നിങ്ങൾ ആവശ്യമുള്ള ടൈറ്റിൽ പ്രദർശിപ്പിക്കുന്നതിന് ഫയൽ ചൂസർ ക്രമീകരിക്കുന്നതാണ് അടുത്ത നടപടി. നമ്മൾ കസ്റ്റം ഫയൽ ഫിൽറ്റർ ചേർക്കുകയും നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഫയൽ ചൂസർ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. നാവിഗേറ്റർ വിൻഡോവിൽ JFileChooser തിരഞ്ഞെടുക്കുന്നതിന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന ഡയലോഗ് ബോക്സിൽ പ്രോപ്പർട്ടികൾ എഡിറ്റ് ചെയ്യാം. പാലറ്റിനു താഴെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഡയലോഗ് ടൈറ്റിൽ എന്നത് This is my open dialog എന്നാക്കുക. കൺഫേം ചെയ്യുന്നതിന് എന്റർ അമർത്തുക. ഇപ്പോൾ സോഴ്സ് മോഡിലേക്ക് മാറുക. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഫയൽ ചൂസർ സംയോജിപ്പിക്കുവാൻ എനിക്ക് നിലവിലെ കോഡ് സ്നിപ്പെറ്റ് ഉണ്ട്. അത് നിലവിലുള്ള ഓപ്പൺ ആക്ഷൻ പെർഫോംഡ് മെത്തോഡിൽ പേസ്റ്റ് ചെയ്യുന്നു. ഈ ഉദാഹരണം ഫയലിൽ ഉള്ള കണ്ടന്റുകൾ വായിക്കുവാനും അവയെ ടെക്സ്റ്റ് ഏരിയയിൽ പ്രദർശിപ്പിക്കുവാനും കഴിയുന്നു. യൂസർ ഏത് ഫയലിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നറിയുവാൻ നമ്മൾക്ക് ഇപ്പോൾ ഫയൽ ചൂസറിലെ ഗെറ്റ് സെലക്ടഡ് ഫയൽ എന്ന കോൾ ചെയ്യാം. ഞാൻ ഈ കോഡ് എന്റെ ക്ലിപ്പ്ബോർഡിലേക്കും IDEയുടെ സോഴ്സ് വ്യൂവിലേക്കും പകർത്തി ഓപ്പൺ ആക്ഷൻ പെർഫോംഡ് മെത്തോഡിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു.
എഡിറ്റർ നിങ്ങളുടെ കോഡിലെ പിശകുകൾ രേഖപ്പെടുത്തുന്നുവെങ്കിൽ കോഡിൽ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫിക്സ് ഇംപോർട്ട്സ് എന്നത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കസ്റ്റം ഫയൽ ഫിൽറ്റർ ചേർക്കാം. ഇത് ഫയൽ ചൂസറിലെ ഡിസ്പ്ലേ മാത്രം .txt ഫയലുകളിൽ ആക്കുവാൻ സഹായിക്കുന്നു. ഡിസൈൻ മോഡിലേക്ക് മാറുക. നാവിഗേറ്റർ വിൻഡോവിലെ ഫയൽ ചൂസർ തിരഞ്ഞെടുക്കുക. ഫയൽ ഫിൽറ്റർ പ്രോപ്പർട്ടി എന്നതിനു സമീപം പ്രോപ്പർട്ടീസ് വിൻഡോവിലെ എലിപ്സിസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഫിൽറ്റർ എന്ന ഡയലോഗ് ബോക്സിൽ കോംബോ ബോക്സിൽ നിന്ന് കസ്റ്റം കോഡ് തിരഞ്ഞെടുക്കുക. ടെക്സ്റ്റ് ഫീൽഡിൽ ന്യൂ മൈ കസ്റ്റം ഫിൽറ്റർ ടൈപ്പ് ചെയ്യുക. ഓകെ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം കോഡ് സൃഷ്ടിക്കുവാൻ മൈ കസ്റ്റം ഫിൽറ്റർ ക്ലാസ്സിൽ നമ്മൾ എഴുതുന്നു. ഈ ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ ക്ലാസ് ഫയൽ ഫിൽറ്റർ ക്ലാസ് വിപുലീകരിക്കും. ഞാൻ പകർത്തുന്നു. കോഡ് സ്നിപ്പറ്റ് പേസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസിന്റെ സോഴ്സിൽ ഇംപോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്നതിനു താഴെ ഈ ഇന്നർ അല്ലെങ്കിൽ ഔട്ടർ ക്ലാസ്സിൽ ഫയൽ ഫിൽറ്റർ ക്ലാസ് വിപുലീകരിക്കും. പ്രൊജക്ട് വിൻഡോയിൽ JFileChooserDemo എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സാമ്പിൾ പ്രൊജക്ട് ആരംഭിക്കുന്നതിന് റൺ തിരഞ്ഞെടുക്കുക. റൺ പ്രൊജക്ട് ഡയലോഗ് ബോക്സിൽ jfileChooser.resources.jfileChooserDemo എന്ന മെയിൻ ക്ലാസ് തിരഞ്ഞെടുക്കുക. ഓകെ ക്ലിക്ക് ചെയ്യുക. പ്രവർത്തനത്തിന് പ്രാപ്തമാക്കുന്നതിനായി ഡെമോ ആപ്ലിക്കേഷൻ ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ തിരഞ്ഞെടുക്കുക. പാഠഭാഗത്ത് അതിന്റെ കണ്ടന്റുകൾ പ്രദർശിപ്പിക്കുന്നതിന് ടെക്സ്റ്റ് ഏരിയയിലെ ഏതെങ്കിലും ടെക്സ്റ്റ് ഫയൽ തുറക്കുക. ഞാൻ sample.txt എന്ന ഫയൽ തിരഞ്ഞെടുത്ത് ഓപ്പൺ തിരഞ്ഞെടുക്കുന്നു. ഫയൽ ചൂസർ ടെക്സ്റ്റ് ഫയലിന്റെ കണ്ടന്റുകൾ കാണിക്കുന്നു. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് ഫയൽ മെനുവിൽ നിന്ന് എക്സിറ്റ് തിരഞ്ഞെടുക്കുക. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ പഠിച്ചത് ഒരു ഫയൽ ചൂസറിൽ ഒരു ജാവ ആപ്ലിക്കേഷൻ ചേർക്കുക. ഫയൽ ചൂസർ കോൺഫിഗർ ചെയ്യുക. ഒരു അസൈൻമെന്റ് എന്ന പോലെ ഡെമോ പ്രോജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് താഴെ പറയുന്ന സവിശേഷതകൾ സൃഷ്ടിക്കാം. മെനു ബാറിന് കീഴിലുള്ള സേവ് മെനു ഐറ്റം ചേർക്കുക. എല്ലാ മെനു ഐറ്റങ്ങൾക്കുമായി കീബോർഡ് ഷോർട്ട്കട്ടുകൾ ചേർക്കുക. ഫയൽ സേവ് ചെയ്യുവാൻ സേവ് നടപടിയിലേക്ക് ഒരു കോഡ് സ്നിപ്പറ്റ് ചേർക്കുക. ഫയൽ മെനുവിന് താഴെയുള്ള ഫയൽ ചൂസറിൽ സേവ് ഓപ്ഷൻ കാണിക്കുന്ന സമാനമായ അസൈൻമെന്റ് ഇതിനകം സൃഷ്ടിച്ചു. നിങ്ങൾ തുറക്കുന്ന ടെക്സ്റ്റ് ഫയൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നു. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഇമെയിലിൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് സരിൻ ബാബു. ഞാൻ വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.